ലക്ഷ്യയിൽ ഞാൻ ആദ്യമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് ഓൺലൈൻ ബാച്ചസ് ആയിരുന്നു. പിന്നെ ഓഫ്ലൈനായിട്ട് വരാൻ തുടങ്ങിയതും ലക്ഷ്യ ശരിക്കും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഫെസിലിറ്റീസ് നേരിട്ട് ഒരാളെ കാണുന്നതൊക്കെ ഇന്റർമീഡിയറ്റിന് ഞാൻ ഒരു ഓഗസ്റ്റ് മാസത്താണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി കേട്ട് വന്നിരിക്കുകയായിരുന്നു. ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പോൾ എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റർമീഡിയറ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് CA എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിനൊക്കെ ഇറ്റ് റിക്വയർസ് പ്രോപ്പർ ഡയറക്ഷൻ. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടണം. എനിക്ക് ആ ഡയറക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ലക്ഷ്യയുടെ എഫേർട്സിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഡെഡിക്കേറ്റഡ് ആണ്, സപ്പോർട്ടീവ് ആണ്. ഓരോ കുട്ടിയുടെ അടുത്തും പോയി ഡൗട്ട് സോൾവ് ചെയ്ത് ക്ലിയർ ആയാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ എല്ലാവരും, ഇൻക്ലൂഡിങ് ദ കോർഡിനേറ്റർ, ഇൻക്ലൂഡിങ് ദ മെന്റർ, ഇൻക്ലൂഡിങ് ദ ഫാക്കൽറ്റീസ്, എല്ലാവരും അടിപൊളിയാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ് ലക്ഷ്യയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. പിന്നെ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു കോൺഫിഡൻസ്, ആ ലക്ഷ്യ പുട്ടിക്കുന്ന ആ ഒരു എഫേർട്ട് ഇൻ ഓൾ ആസ്പെക്ട്സ്. ഇതിപ്പോൾ നമുക്ക് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ഇപ്പോൾ ഓണപരിപാടി, ക്രിസ്മസ് ആയി, അപ്പോൾ അങ്ങനത്തെ പരിപാടികളിലൂടെ ബോറിംഗ് ആക്കുന്നില്ല നമ്മുടെ ആ ഒരു പഠനത്തെ. സോ ലക്ഷ്യ ഈസ് പുട്ടിങ് എ ലോട്ട് ഓഫ് എഫർട്ട്. ശരിക്കും പറഞ്ഞാൽ എന്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവം അച്ചീവ് ചെയ്യാനാണെങ്കിലും അതിന് ഇക്വലന്റ് ആയിട്ടൊരു എഫേർട്ട് ഉണ്ടാവണം. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റി പറയുന്ന പോലെ എന്താണ്, ഒരു റിസീവിങ് ആസ്പെക്ട് വേണമെങ്കിൽ ഒരു സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിവിങ് ആസ്പെക്ട് വേണം. എന്ന് വെച്ചാൽ വി ഹാവ് ടു സാക്രിഫൈസ് സംതിങ്. പക്ഷേ ആ ഒരു സാക്രിഫൈസ് വളരെ ബോറിംഗ് ആണ്, നമുക്ക് ലൈഫ് ഒന്നും പിന്നെ നമുക്കൊരു ജീവിതം ഇല്ല എന്ന് പറയുന്നൊന്നുമില്ല. ലക്ഷ്യ വന്നപ്പോൾ നമുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പഠനത്തെ കൊണ്ടുപോകാൻ ലക്ഷ്യ നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുള്ളൊരു ബേർഡൻ ലക്ഷ്യമായിട്ട് തന്നെ കുറയ്ക്കാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ നടത്തുക, പിന്നെ വീക്ക് സ്റ്റുഡൻസിന് വേണ്ടി മെന്റർഷിപ്പ് നടത്തുക, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മെന്റർഷിപ്പ് നടത്തുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് പറയാനുണ്ടാവുക.